വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോവിന്ദൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. രാഹുൽ KV വിവരങ്ങളുമായിട്ട്. രാഹുൽ, പോലീസ് എന്തായാലും വളരെ ശക്തമായ നടപടികളുമായി പോകുന്നു. ഇന്നലെ കെ സുധാകരന്റെ പ്രതികരണം കേട്ട് എന്നെ പോലീസ് എന്തെങ്കിലും ബോധ്യപ്പെടുത്താൽ ഞാൻ അതിൽ വേണ്ട നിലപാട് അറിയിക്കും, പ്രതികരണം അറിയിക്കുമെന്നാണ്. അപ്പോൾ പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു അല്ലേ, രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെ പറയുമ്പോഴും? പ്രതിപക്ഷ നേതാക്കൾക്ക് കോടതി നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം നൽകിയതാണ്. അതുകൊണ്ട് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ വിട്ടയക്കുകയാണ് ചെയ്യുക. രണ്ടുപേരെയും, DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും അതുപോലെ മുൻ കോൺഗ്രസ് നേതാവായ KK ഗോപിനാഥിനെയും ചോദ്യം ചെയ്യുന്നത് ഇന്ന് 3-ാം ദിവസമാണ്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പോലീസും അതുപോലെ ക്രൈംബ്രാഞ്ചും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. 1-ാം പ്രതി IC ബാലകൃഷ്ണൻ MLA മൊഴി ചോദ്യം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നാളെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യലിന് ഹാജരാകും, അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് തന്നെയാണ് IC ബാലകൃഷ്ണനും പ്രതികരിക്കുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, KPCC അധ്യക്ഷൻ ഇന്ന് വൈകിട്ട് NM വിജയന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഈ മരണത്തിന് ശേഷം കുടുംബം നടത്തിയ പ്രതികരണങ്ങളിൽ ആദ്യമായി KPCC അധ്യക്ഷൻ പറഞ്ഞത് അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ NM വിജയന്റെ കുടുംബം, മകനും മകളും മകന്റെ ഭാര്യയും പ്രതികരിക്കുന്നതാണ്. അപ്പോൾ പിന്നീട് ആ പ്രതികരണം മയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും വൈകിട്ട് അദ്ദേഹം എത്തുക കൂടിയാണ്. വിഷയത്തിൽ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ഒരു അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുതിയ വിവരം എന്ന് പറയുന്നത്, വയനാട്ടിലെ സഹകരണ ബാങ്കുകളിലെ നിയമന തട്ടിപ്പ് പരാതികളിൽ സഹകരണ അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകി എന്നതാണ്. 5 സഹകരണ ബാങ്കുകളിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിട്ടുള്ളത്. ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ KK ജമാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. അതിൽ ബത്തേരി സഹകരണ അർബൻ ബാങ്ക്, ബത്തേരി സർവീസ് സഹകരണ ബാങ്ക്, പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക്, ബത്തേരി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നീ സഹകരണ സ്ഥാപനങ്ങളിൽ അന്വേഷണം നടത്താൻ, നിയമനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ബത്തേരിയിലുള്ള 3 സഹകരണ ബാങ്കുകളിലാണ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും. അങ്ങനെ എല്ലാ രീതിയിലും അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ സമഗ്രമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.